നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു ഏട്ടൊരു ഇൻട്രോ ഇട്ട് കാട്ടെ നിറയുന്നു. പറ ഇവിടേക്ക് നോക്കണേ. ഞാൻ പുത്തിരി നേരം അപ്പുറത്തേക്ക് നോക്കി. പറ പറയണേ ചേട്ടാ. എന്ത് പറയണം? പറ. ഇൻട്രോ കൊടുക്കും. എന്റെ വീഡിയോക്ക് ഒരു ഇൻട്രോ കൊടുക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അതൊക്കെ പഴയതാ മോഡലാണ്. ന്യൂ ജനറേഷൻ ഇൻട്രോ ആണ്. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ ഇത് ഇൻട്രോ അല്ല. അങ്ങനെ ഒച്ച ഉണ്ടാക്കണം ഫസ്റ്റില്. അതാ തുടക്കത്തിൽ ഒച്ചമളിട്ടാലുള്ളൂ ഞാൻ ആളുകൾ ശ്രദ്ധിക്കും. ഹലോ ഗൈസ് വെൽക്കം. അങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് എന്റെ രീതിയിൽ ഒരു ഇൻട്രോ പറഞ്ഞു. ഹലോ ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോദ്യം ഇതാണ്, 50 രൂപയുടെ കോലമുട്ടായി ചോദ്യം. അപ്പൊ ഗൈസ് ഞാനിതാ തിരുവനന്തപുരത്തെ 2 ആഴ്ചത്തെ എന്താ പറയട്ടെ പറയിപ്പിക്കല് കഴിഞ്ഞ് ഇനി കെട്ടിയുടെ വായ കിടക്കുന്നത് കേൾക്കാൻ വേണ്ടിട്ട് വരികയാണ്. അവിടെയും സമാധാനം കളയാൻ അങ്ങോട്ട് വണ്ടൂർക്ക് പൊക്കോട്ടിരിക്കുകയാണ്. ഇപ്പൊ എവിടെ കേട്ടാ സ്വന്തം വീടിന്റെ അടിത്തറ കല്ല് വരെ ഇളക്കി മറിച്ച് ഇല്ല ഗൈസ് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഒരു വിചാരിച്ച പോലെ കളക്ഷൻ ഒന്നും കിട്ടിയില്ല വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ. കുറച്ച് ഞങ്ങൾക്ക് വണ്ടി ഒന്ന് വലുതാണ്. വണ്ടി ചെറുതാണ് ഗൈസ്. കേത്തുമ്പോ ഇതാ ഉറങ്ങി. എവിടെ 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 കാണില്ല. ബാക്കിൽ കിടക്കാണ് ഗൈസ്. ആളെ കാണിക്കുന്നില്ല. അവള് ഉറങ്ങാണ്. ഞാൻ ഒരു വിധത്തിലാണ് ഇപ്പൊ ക്യാമറ പിടിച്ചിട്ടുള്ളത്. ഞാൻ ഒരു എയിം കൊണ്ട് കളയേണ്ട വെച്ചിട്ടാണ്. പിന്നെ ഞങ്ങളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഏട്ടന്റെ ഫ്രണ്ട് എന്തോ സാധനം തന്നിട്ടുണ്ട്. അത് നമ്മളിപ്പോ നാട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നു. അത്രമാത്രം ഇപ്പൊ ജനങ്ങൾ അറിഞ്ഞാൽ മതി. കൂടുതൽ അറിയണ്ട. ഇങ്ങോട്ട് നോക്കണേ ഏട്ടൻ. പറ എന്തെങ്കിലും പറ. ഞാൻ വ്ലോഗ് എടുക്കല്ലേ ചോദിച്ചു. ഇതിന് മുമ്പ് ഒരു വട്ടം ഓക്കെ പറഞ്ഞു വന്നിയാ. ആ വീട്ടിലാണോ ഓർക്കണേ? അന്ന് നമ്മള് പോയത് ഇവിടെ തന്നെ. അതിന്റെ അപ്പുറത്തെ ഒരു സാധനം ഒരു വീട്ടിൽ കൊടുത്തേൽപ്പിക്കാൻ. ഒരു കവറ് സാധനം. അപ്പൊ ഏട്ടനോട് ഞാൻ ചോദിച്ചു. അന്നൊരു ദിവസം ഇങ്ങനെ വ്ലോഗ് എടുത്ത് വന്നായിരുന്നല്ലോ. എന്നിട്ട് വഴിയൊക്കെ തെറ്റിപ്പോയി. അതുപോലെ എന്നും എടുക്കല്ലേ ചോദിച്ചു. ഏട്ടൻ ഓക്കെ പറഞ്ഞു. അത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ക്യാമറ ഓൺ ആക്കി. ഇനി ഡീസന്റ്. അത് എന്റെ മുഖം ഓൾറെഡി ഉള്ള ഗ്ലോ ആണ്. അന്നങ്ങനെ ചേട്ടൻ കുട്ടിയിരുന്നു. ഞാൻ വണ്ടി ഓടിക്കാം. പക്ഷെ എന്താ പ്രശ്നം അറിയോ? ഈ കാർ അങ്ങനെയാണെങ്കിൽ പുഴയിൽ കൂടിയും പോവും, കാട്ടിൽ കൂടിയും പോവും, പാടത്തു കൂടെ ഒക്കെ പോവും. അങ്ങനെ സ്പെഷ്യൽ കഴിവുണ്ട് നിനക്ക്. അത് എവിടെ ഈ സിദ്ധി? മലപ്പുറത്ത് പറയാൻ തുടങ്ങിയതാ ഗൈസ്. ടൗൺ കഴിഞ്ഞിട്ട് എടുക്കാം. ടൗൺ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. എന്നിട്ട് ഇപ്പൊ അവിടെ എത്തി. മഞ്ചേരി കഴിഞ്ഞു. കാവന്നൂർ റോഡ് കയറാൻ തുടങ്ങി. ആയിരുന്നു ഭയങ്കര സങ്കടം. വീഡിയോ എടുക്കുമ്പോ എന്റെ ഫേസ് നല്ല ഗ്ലോ ആണ്. എന്റെ ഫേസ് ഗ്ലോ ഇല്ല. അപ്പൊ അപ്പുറത്തേക്ക് പിന്നെ അല്ല എന്റെ മുഖം നല്ല തിളങ്ങുന്നുണ്ട്. നോക്ക് മക്കളെ നോക്കാം. അയ്യോ ന്യൂ ഇയറിന് പുതിയ ഓരോരോ നിയമങ്ങൾ എടുത്തോണ്ട് ഒന്നും വേറൊന്നും പോലും പറയാ. ഞങ്ങൾ ചെലവ് ചുരുക്കലിന്റെ ഭാഗമാണ്. ഇന്ന് 1-ാം തീയതി 2025 മുതൽ ഞങ്ങൾ 1-ാം തീയതി 2-ാം തീയതി 25 ഞങ്ങൾ ചിലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് പുറത്തത്തെ ഭക്ഷണങ്ങളൊക്കെ ഫുഡ്സ് മൊത്തം നമ്മള് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. പറ്റ കട്ട് ചെയ്തിട്ടില്ല എന്നവള് പറയും. പക്ഷെ ഞങ്ങള് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. അല്ല അതൊക്കെ അങ്ങനെ പച്ച കണ്ട് ഞങ്ങള് ഇതാവണില്ല. പിന്നെ ഇങ്ങനെ കൊറേ നമുക്ക് അല്ലറ ചില്ലറ ചെലവുകൾ വരില്ലേ, ചെറുതാണെന്ന് വിചാരിച്ചാൽ അത് വരെ ഞങ്ങൾ കൺട്രോൾ ചെയ്ത് തുടങ്ങിയത്. അപ്പൊ അതോടൊരു തുള്ളി വെള്ളം വേണമെന്ന് പോലും പറയാൻ പറ്റില്ല. കരിങ്ങാലി വെള്ളം കുപ്പി കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ട് പച്ചവെള്ളം ഞാൻ വാങ്ങിക്കൊടുക്കാതെ മഞ്ചേരി വരെ എത്തുന്നത്.
ആദ്യം 2024 കോട്ടക്കലിന്റെ ഒരു ജ്യൂസ്, മലപ്പുറത്തുനിന്ന് ഒരു ജ്യൂസ്. അതൊരു വീട് വരെ എത്തിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചാൽ ഞങ്ങള് ഒന്നാം തീയതി സക്സസ് ആയി പറയല്ലേ. കയ്യപ്പായിരിക്കും. മാത്രമല്ല അതൊരു മിറാക്കിളായിട്ട് ഞാൻ കണക്കാക്കപ്പെടും. കണ്ടോ, വെള്ളം വരെ ഞാൻ കുടിക്കാൻ നിറച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു ജ്യൂസൊക്കെ ഇങ്ങനെയാണ് കേസ് ഞങ്ങൾ മുടിയുന്നത്. ഒരു ജ്യൂസൊന്നും കുടിക്കരുത് എന്റെ ഉപ്പ പറഞ്ഞിട്ടില്ലല്ലോ. പാമുത്തേ നിർത്തി വണ്ടി ഹോട്ടലിൽ കേറിയാ മയ്യത്താവുന്നതാണ്. ഹോട്ടൽ ഭക്ഷണം നല്ലതല്ല. ഇപ്പൊ സജിലിന്റെ സുഹൃത്തിന് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണമല്ല സ്റ്റാർട്ടിങ് ആണ്. ആള് ലൈമും ജ്യൂസും ഹോട്ടലിൽ കൂൾബാർന്ന് ഇങ്ങനെ കുടിച്ച് വന്നത് അറിഞ്ഞില്ല. പനിച്ചപ്പോ ഭാഗ്യത്തിന് എപ്പോഴേ കൊണ്ടേ കാണിച്ചോണ്ട് മഞ്ഞപ്പിത്തം കൂടുതലായിട്ടില്ല. അപ്പൊ കെയർഫുൾ. പക്ഷേ ഞാൻ പറയട്ടെ, പറയാൻ വന്ന മറന്നുപോയി. ഹോട്ടൽ ഫുഡ് അങ്ങനെ ഞാൻ വേണത്. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര മനപ്പൊരുത്താ. ഞങ്ങളിത് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കും, എന്നിട്ട് ഞാൻ വിചാരിക്കും അന്നൊരു ബ്രോസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാൻ പൂതി ഇങ്ങനെ ചിന്തിക്കുമ്പോ തന്നെ ഏട്ടൻ ഒരു സത്യം ഒന്നിലേക്ക് ഏട്ടൻ മേടിച്ചോണ്ടിരും. ഇല്ല എന്നുണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ ചോദിക്കും ഇതൊരു ബ്രോസ്റ്റ് ആക്കിയാലോ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ എങ്ങനെ ഏട്ടനോട് പറയുമെന്ന് വിചാരിച്ചിരിക്കും. അപ്പോഴാണ് 1 തീയതി മുതൽ ഇനി തൊട്ട് അങ്ങനെ മനപ്പുറത്ത് ഉണ്ടാവില്ല. എനിക്കൊരു സമാധാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏട്ടന് കിട്ടിയതുണ്ടാവും. അല്ല, ഏട്ടനൊരു ഫുഡ് ലവറാണ്. മെയിൻലി പുറത്തത്തെ ഫുഡ്. വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് പ്രതീക്ഷിക്കുന്നു. അതൊക്കെ മാറി മോളെ. ഹോട്ടൽ ഫുഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മുടെ ലൈഫിൽ ഇല്ല. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം പുറത്തിരുന്ന് കഴിക്കാമല്ലോ. അത് പറ്റും. ഇനി അഥവാ നിനക്ക് പുറത്തത്തെ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിയിട്ട് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ മുറ്റത്തിരുന്നിട്ടോ കഴിക്കുക. ഞാൻ ഹോട്ടൽ സെറ്റപ്പ് ഞാൻ വീട്ടിൽ ആ ആംബിയൻസ് ഒരുക്കി തരാം. ഈ ഫുഡ് കഴിക്കുമ്പോൾ ഹോട്ടലിൽ നിന്നാണെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് തീരുമാനങ്ങൾ ന്യൂ ഇയർ പ്രമാണിച്ചിട്ടല്ല, കുറച്ച് എന്താ പറയാ, കുറച്ച് സംഭവങ്ങളാണ്. കുറച്ച് കാര്യങ്ങൾ ഇതായപ്പോ എന്റെ തീരുമാനങ്ങൾ മാറ്റണം എന്നുള്ള ഒരു എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഒരു ഇതിലേക്ക് എത്തി. അപ്പൊ ഞാൻ ന്യൂ ഇയറിന് മുമ്പേ ഞാൻ കുറച്ച് ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ അന്ന് തൊട്ടേ സത്യം പറഞ്ഞാൽ നമുക്ക് നന്നാവാൻ വേണ്ടിയിട്ട് ഇന്നൊരു ദിവസം എടുക്കണം, അല്ലെങ്കിൽ പുതിയ വർഷം നന്നാവണം, അങ്ങനെ ഇല്ല. നമുക്ക് ഇപ്പൊ അങ്ങോട്ട് നന്നാവണം തോന്നി അപ്പൊ അങ്ങോട്ട് ആവണം. അതിന് ഞാൻ മെന്റലി ഓക്കെ. ഐ മീൻ അങ്ങനെയല്ല കേട്ടോ, ഈ പറഞ്ഞ പോലെ പുറത്തത്തെ ഫുഡ് അങ്ങനെയൊക്കെ ഇല്ലേ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് വെറുതെ ടെൻഷൻ അടിക്കുന്ന ആളാണ്. ആവശ്യമില്ലാത്ത കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് ബോധേഡായി അങ്ങനെ ടെൻഷൻ അടിച്ച് ഹെൽത്തൊക്കെ നാശാക്കുന്ന ആളാണ്. അതൊക്കെ എൻ്റെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിച്ചു തുടങ്ങിയെന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങ് തീരുമാനിച്ചു, അങ്ങനത്തെ ആവശ്യമില്ലാത്ത ടെൻഷന് കാര്യങ്ങൾ നമ്മളെ മൈൻഡ് ബാഡ് ആക്കുന്ന രീതിയിലൊക്കെ അങ്ങ് ഒഴിവാക്കുക. കാരണം എനിക്ക് കീത്തുമോളോട് പോലും നല്ലപോലെ പെരുമാറാനും ഇതാകാനും എന്നുവെച്ചാൽ അവളെ വല്ല ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ എൻ്റെ മൈൻഡിൽ ഫുള്ള് ഇതായിട്ടുള്ള ഇരിക്കും, പദ്ധതി കട്ടായിട്ടിരിക്കും, ഒരു കാര്യമില്ലാത്ത കാര്യം. അപ്പം അതിനൊക്കെ ഞാൻ ഇതാക്കി ഫുള്ളായിട്ട് ഒരു സ്ട്രോങ് ഡിസിഷനൊക്കെ എടുത്തിട്ട് ഞാൻ നിൽക്കണം. അത് ന്യൂ ഇയർ പ്രമാണിച്ചിട്ടല്ല, അതിന് മുമ്പേ ഒരു എന്തായാലും ചിരിക്കും ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതങ്ങനെ എടുത്തിരിക്കട്ടെ. അങ്ങനെയുള്ള പ്ലാന് ഏട്ടൻ എന്നോട് പറഞ്ഞത് സന്തോഷ് ബ്രഹ്മി കഴിക്കാൻ. അപ്പോഴാണ് റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തത് ചന്ദ്രിക അത് മറ്റേ അവിടുത്തെ ചേച്ചിയാണ്. ഞാൻ ചന്ദിരി സോപ്പിട്ടിട്ടാ കുളിക്കല്, ചന്ദിരി. അപ്പൊ അങ്ങനെയാണ് ഞാൻ എത്തിയത്. ഏട്ടൻ ന്യൂ ഇയർ പ്രമാണിച്ചാണ് ഇത്രയും നമ്മളൊരു ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. 2025 ഒരു എക്സ്പെൻസ് കുറച്ച് എന്തെങ്കിലും ഒരു സേവിങ്സിലേക്ക് എത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ദൈവം സഹായിച്ച് എൻ്റെ ഒരു തീരുമാനങ്ങളും ഏട്ടൻ്റെ തീരുമാനങ്ങളും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ മൈക്ക് ഞാൻ കൈമാറാം. അപ്പൊ അങ്ങനെയാണ് മെയിൻ എന്റെ ഡിസിഷൻ എന്താ അറിയോ, ഞാൻ രാവിലെ അറ്റ്ലീസ്റ്റ് ഒരു 7:30 എണീക്കും ഗൈസ്. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു, എൻ്റെ ലൈഫിൽ ഞാൻ ഇവിടെ കെട്ടിയാലെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വൈകി കിടന്നാലും രാവിലെ വൈകി നീക്കും.
ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതാണ് ഞാൻ പല വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. രാവിലെ 10 മണിക്ക് എണീറ്റ് എന്റെ വൈഫ് രാവിലെ 11:30 ആവുമ്പോഴത്തേക്കും പുട്ടും കടലൊക്കെ ഉണ്ടാക്കി വളരെ കഷ്ടപ്പെട്ട് അത് അതിന്റെ ഒരു ക്വാളിറ്റി ആട്ടോ ഗൈസ്. 10:30 നീച്ചാലും 11 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആവും. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഡ്യൂട്ടിക്ക് എന്നും 12:30 ആയിട്ടാണ് പോവാറ്. അല്ല, അതൊക്കെ മാറ്റി. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ കേൾക്കണം ഗൈസ്, അതൊക്കെ ഞാൻ മാറ്റി. ഇനി മുതൽ 11 മണിക്കാണ് ഞങ്ങൾ നീക്കാൻ പോകുന്നത്. അല്ല, നോക്കിക്കോ ഗൈസ്, എനിക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നല്ല ഡ്രസ്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒക്കെ ഞാൻ കൺട്രോൾ ചെയ്യും. പക്ഷെ ഉറക്കം തീരെ പറ്റില്ല. കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേന്ന് കല്യാണം കഴിഞ്ഞ് നമ്മൾ വന്നല്ലോ, പിറ്റേന്ന് ഞാൻ എണീക്കണത് 10 മണിക്കാണ് ഗൈസ്. അങ്ങനൊന്നുമില്ല. ഞാന് 10 മണിക്ക് എണീക്കും. പക്ഷെ എനിക്ക് ഒരു നമുക്കൊരു ബോധ മനസ്സിലെങ്കിലും വേണ്ട. ഇഷ്ട കല്യാണം കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിൽ വന്നെയാണ്, അറ്റ്ലീസ്റ്റ് അത് ഇംപ്രസ് ചെയ്യാനെങ്കിലും നേരത്തെ നീക്കണമെന്ന് തോന്നുന്നു. ഒരാഴ്ച അമ്മയമ്മ പറഞ്ഞു പുതുക്കല്ലേ, ഒരാഴ്ച കഴിഞ്ഞപ്പോ അമ്മയമ്മ വന്ന്. അത് മാത്രല്ല അമ്മയമ്മ നിന്റെ അമ്മയമ്മ ആയില്ലേ. ഒരു 10 മണിക്ക് നീച്ചെന്നിരിക്കട്ടെ, ഉച്ചക്ക് 2 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരും ഗൈസ്. അങ്ങനെയൊക്കെയാണ് എന്റെ അവസ്ഥ. ഓറാങ്കുട്ടൻ ചുരുക്കി പറഞ്ഞു. വന്നു വന്നിന്റെ മകളും അങ്ങനെയാവട്ടെ. അത് ഞാൻ സമ്മതിക്കൂല. ഏട്ടൻ അങ്ങനെയാ, അവൾ ഉറങ്ങുന്ന കണ്ട ഏട്ടൻ വേഗം നീപ്പിക്കും. ഞാൻ പറയാം ഏട്ടൻ കുട്ടികൾക്ക് ഉറക്കം കിട്ടണം, ഒരു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ആ ശീലം മാറ്റിക്കാൻ ഓക്കെ. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. എന്നെ ഒരു സ്ഥലത്ത് നിർത്തി വെച്ച് പോയാൽ ഞാൻ അവിടെ നിന്നുറങ്ങും. അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ ഞാൻ മാറ്റിയിടുന്നു ഗൈസ്. ഞാനതിന് ഇപ്പൊ യോഗ ചെയ്യാതിരുന്നിട്ട് കിടന്നു 2 മണിക്കൂർ യോഗ ചെയ്യുന്നുണ്ട്. പൊരിച്ച മീന് ഒരു സൈഡ് കഴിക്കാറുള്ളൂ ഇവള്. മറിച്ചിടാൻ മടി കാരണം ഒരു സൈഡ് മാത്രം കഴിക്കും. ചെമ്മീൻ കഴിക്കാം, അതാ മമ്മീടെ അടുത്തതല്ല. എന്താ മതിയല്ലോ. അപ്പൊ അങ്ങനെ ഒരു വിജയിപ്പിച്ച ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയിരുന്നത്. അപ്പൊ അതിനൊക്കെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായ കുറച്ച് വിജയിപ്പിച്ച അനുഭവങ്ങൾ കാരണമാണ് ഞാൻ ഈ മാറ്റത്തിലേക്ക് വന്നിട്ടുള്ളത്. അതൊക്കെ അവിടെ കേട്ടെ. ഇനിയിപ്പോ ആ വീഡിയോ ഒഴിവാക്കി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ ഇനി വല്ലാതെ ഇങ്ങോട്ട് വലിച്ചപ്പോ തന്നെ 10 മിനിറ്റ് അങ്ങോട്ട് വീഡിയോ പോയിട്ടുണ്ട്. ഇനി വല്ലാതെ ഞാൻ വലിച്ചു നീട്ടി കോളമാക്കുന്നില്ല. അപ്പൊ ഇനി വല്ലാതെ പറഞ്ഞു വലിച്ചു നീട്ടുന്നില്ല. ഒരു കോള് വന്നു പൈസറാണ്. അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത തള്ളലും ചളിയൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. ഏട്ടൻ അങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുള്ളൂ, അല്ലാത്ത പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണം. ഏട്ടനും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ഉഷാറാവും. അപ്പൊ അത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു, ലവ് യു ആൻഡ് ബൈ.